നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിൽ ജനങ്ങൾ നട്ടം തിരിയുമ്പോൾ ബ്ലോക്ക് തീർക്കാൻ പുതിയ പാലത്തിന്റെ നിർമ്മാണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയ്ക്കൽ തിരൂർ സ്വദേശി. നിലവിലെ പാലത്തിന്റെ ഇരുഭാഗത്തും ഇരുമ്പുപാലങ്ങൾ പണിയുക എന്ന വേറിട്ട പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് തിരൂർ BP അങ്ങാടി സ്വദേശി തയ്യിൽ ബാവാസ്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഇരട്ട ഇരുമ്പുപാലം എന്ന വേറിട്ട പദ്ധതിയുമായാണ് തിരൂർ BP അങ്ങാടി സ്വദേശി തയ്യിൽ ബാവാസ് രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിലെ പാലത്തിന്റെ ഇരുഭാഗത്തും 8 അടി വീതിയിൽ ഇരുമ്പുപാലങ്ങൾ പണിയുക എന്നതാണ് പദ്ധതി. 30ഓളം കാലുകളിലായി നിർമ്മിക്കുന്ന ഇരട്ടപ്പാലത്തിന് 10 കോടി രൂപയോളം മാത്രമേ ചിലവ് വരൂ എന്നാണ് ഇയാളുടെ അവകാശവാദം. ഞാൻ ഈ മോഡൽ നിർമ്മിച്ചിട്ടുള്ളത് പെരിന്തൽമണ്ണത്തെ റെയിൽവേ പാലത്തിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് 2 റോഡ് അപ്പുറം നിർമ്മിക്കുക എന്നുള്ളതാണ്. അത് ഇരുമ്പിന്റെ പാലാണ് ഉദ്ദേശിക്കുന്നത്. 8 അടി വീതി മതി. അപ്പൊ കാറ്, ബൈക്ക്, ഓട്ടോറിക്ഷ അതിൽ കൂടി വരാം. ഒന്നുകൂടി തിരിച്ച് പെരിന്തൽമണ്ണക്ക് വരുന്നു. പെരിന്തൽമണ്ണെന്ന് പോകുന്നത് മറ്റൊരു വഴിക്കൂടി ആയിരിക്കാം. അപ്പൊ ഇത് ഈ നിലവിലുള്ള പാലത്തിന്റെ അത്ര നീളം ഇതിനാവശ്യമില്ല. കുറെ ഉള്ളിലേക്ക് വലിച്ചു, കാരണം നിലവിലുള്ള പാലം നല്ല നീളമുണ്ട്. അത്ര ആവശ്യം വരുന്നില്ല ഈ ഓട്ടോറിക്ഷ, ബൈക്കും, കാറിന് പോകാൻ. പിന്നെ മാത്രമല്ല, ഒരു 30 കിലോമീറ്റർ വേഗത പരിധിയാക്കുകയെന്നുണ്ടെങ്കിൽ അപകടങ്ങളും ഉണ്ടാവില്ല ഈ ചെറുവണ്ടികൾക്ക്. ബ്ലോക്ക് ഒരിക്കലും പിന്നെ അവിടെ ഉണ്ടാവില്ല. ആ പ്രശ്നം അവിടെ തീർക്കാൻ പറ്റും. ഈ പാലങ്ങളിലൂടെ ചെറുകിട വാഹനങ്ങൾക്ക് കടന്നുപോകുവാനാകും. ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ നിലവിലെ പാലത്തിലൂടെ തന്നെ കടത്തിവിടണം. ഇതിനകം വിവിധ വിഷയങ്ങളിൽ ഒട്ടേറെ വികസന മാതൃകകൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 600 മീറ്റർ നീളത്തിലാണ് പാലം വേണ്ടതെന്നും ഇതിന് 6 ലക്ഷം കിലോ ഇരുമ്പാണ് ആവശ്യമെന്നും ബാവാസ് പറയുന്നു. കാലുകൾക്ക് പുറമെ നിലവിലെ പാലത്തിനോടും ബന്ധിപ്പിക്കുന്ന വിധമാണ് രൂപകൽപ്പന. തന്റെ ആശയത്തിന്റെ ചെറിയ മാതൃകയും ഇയാൾ തയ്യാറാക്കിയിട്ടുണ്ട്. ജിംനേഷ്യത്തിനാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ജോലിയാണ് ബാവാസിന്റേത്. 1 വർഷത്തിലേറെയായി ചെറിയ മാതൃകകൾ നിർമ്മിച്ച് പരീക്ഷണങ്ങളിലാണെന്നും പറയുന്നു. പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കുമെന്നാണ് ബാവാസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.